ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഉമർ ഖാലിദ് ഒരു ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റ് പെട്ടെന്ന് തന്നെ വൈറലാവുകയും പലരും അത് ഏറ്റെടുക്കുകയും ദേശീയ മാധ്യമങ്ങളടക്കം അത് വലിയ വാർത്തയാക്കി നൽകുകയും ചെയ്തു. ആ ട്വീറ്റിൽ പറയുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷയും BJPയുടെ താഴെത്തട്ടിൽ നിൽക്കുന്ന പ്രവർത്തകരും മുൻനിരയിൽ നിൽക്കുന്ന BJP നേതാക്കളുമൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഉമർ ഖാലിദിൻ്റെ ആ ട്വീറ്റ്. അതിൽ പറയുന്നത് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം 2005 JNUവിലേക്ക് ഒരു സന്ദർശനം നടത്തിയിരുന്നു. പോകുന്ന വഴി വിദ്യാർത്ഥികളൊക്കെ കൂടി നിന്നുകൊണ്ട് മൻമോഹൻ സിംഗിന് നേരെ കരിങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നു. മൻമോഹൻ സിംഗിനെതിരെ രൂക്ഷമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം കരിങ്കൊടി കാണിക്കുന്നു. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് വിദ്യാർത്ഥികളെ മാറ്റുന്നു. മൻമോഹൻ സിംഗ് JNUവിലെ ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു മടങ്ങി. തുടർന്ന് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ JNU മുന്നോട്ട് വരുന്നു. ഉടൻ തന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഓഫീസിൽ നിന്ന് JNUവിലേക്ക് ഒരു സന്ദേശം എത്തുന്നു. ഒരു വിദ്യാർത്ഥിക്ക് നേരെയും എനിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ നടപടിയെടുത്തു പോകരുത്. ആരാ പറഞ്ഞത്? പ്രധാനമന്ത്രിയാണ്. എന്താ ചെയ്തത്? കരിങ്കൊടി കാണിച്ചതാണ്. മുദ്രാവാക്യം എതിർത്ത് വിളിച്ചതാണ് രൂക്ഷമായ ഭാഷയിൽ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരു വിദ്യാർത്ഥിക്ക് നേരെയും നടപടിയെടുക്കാൻ പാടില്ല എനിക്ക് നേരെ വിളിച്ചതിൻ്റെ പേരിൽ. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒരാളെ ഉദ്ധരിച്ചുകൊണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കും. എൻ്റെ പ്രവർത്തനങ്ങളിൽ അവസാനം വരെ ഞാൻ പറഞ്ഞതെന്താണോ ആ കാര്യത്തിന് വേണ്ടി പോരാടുക തന്നെ ചെയ്യും, പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും. പക്ഷേ അവർക്ക് അതിനെ എതിർത്ത് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, അതവർ ചെയ്തോട്ടെ എന്നാണ്. ഇതാണ് ജനാധിപത്യം. ഇതാവണമെടാ ഒരു പ്രധാനമന്ത്രി. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്, ഞാൻ പറയുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തികം, ഞാൻ പറയുന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം, ഞാൻ പറയുന്നതാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ എക്കാലത്തെയും ശക്തനായ പ്രധാനമന്ത്രിയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന്. JNUവിലെ 2005 ഈ സംഭവം മാത്രം മതി ആരാണ് മൻമോഹൻ സിംഗ് എന്ന് മനസ്സിലാക്കാൻ, ആരാണ് ഒരു പ്രധാനമന്ത്രി എന്നുള്ളത് മനസ്സിലാക്കാൻ. ഈ ഒറ്റ സംഭവത്തിൻ്റെ പേരിൽ മതി. ഇന്ന് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഫീസ് വർധനയ്ക്കെതിരെ അവർ പോരാടിയപ്പോൾ, നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ഗുണ്ടകളയച്ചുകൊണ്ട് JNUവിലെ വിദ്യാർത്ഥിനികളെ ക്രൂരമായി നിങ്ങൾ ആക്രമിച്ചില്ലേ? നിങ്ങളുടെ തിന്മയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത് അവിടെ? അതേ തിന്മയെ മുന്നിൽ നിർത്തി തിന്മ കൊണ്ട് തന്നെ ജനാധിപത്യ സ്വരമുയർത്തിയ വിദ്യാർത്ഥികളെ നേരിട്ടു. ഇവിടെയാണ് നിങ്ങൾ മൻമോഹൻ സിംഗിൽ നിന്നും എത്രയോ കിലോമീറ്റർ അകന്നു നിൽക്കുന്നുള്ളത്. എത്രയോ കിലോമീറ്റർ അകന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, അദ്ദേഹത്തിൻ്റെ പാതയിൽ നിന്ന് ഏതെങ്കിലും ഒരു പിടി മനസ്സിനകത്ത് സൂക്ഷിച്ചാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടും. നിങ്ങൾ എന്തുമായിക്കൊള്ളും, പക്ഷേ ജനാധിപത്യം സംരക്ഷിക്കപ്പെടും എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്രയോ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർ അവർ അപമാനിക്കപ്പെട്ടിട്ട് പോലും ആ വിഷയത്തിലൊന്നും ഒരു നടപടി വേണ്ട എന്നും തങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള പരാതിയില്ല എന്നും അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്.
അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. പക്ഷെ ഇന്നെന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു കിരാത നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയും അവരെ അടിച്ചോടിക്കാൻ, പോലീസിനെ ഉപയോഗിച്ച് അവരെ ഇല്ലായ്മ ചെയ്യാൻ. ഇതൊക്കെ ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്ന് കാണുമ്പോൾ ഓർത്തു പോവുകയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ധീരനായ ശക്തനായ പ്രധാനമന്ത്രിയെ. 2005 JNUവിലെ സംഭവം വലിയ രീതിയിൽ ഇന്ന് ചർച്ചയാവുകയാണ്. ആ സംഭവത്തിനെ കുറിച്ചൊന്ന് വായിച്ചിട്ടെങ്കിലും ഇത്തിരി ബോധത്തോടുകൂടി വിദ്യാർത്ഥികളോടെങ്കിലും നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.